യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. യേശു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ വിശുദ്ധീകരണം ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമൊക്കെ യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ശരീരത്തെ, ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിലുള്ള പാപങ്ങൾ, അശുദ്ധികൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ആസക്തികളെല്ലാം സമർപ്പിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ, മനസ്സിനെ വിശുദ്ധീകരിക്കണമേ, ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, ഭാവനകളെ വിശുദ്ധീകരിക്കണമേ, ചിന്താമണ്ഡലത്തെ വിശുദ്ധീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ച് അറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ അപ്പസ്തോലൻ നമ്മോട് പറയുന്ന കാര്യം ഇതാണ്: മനസ്സിനെ നവീകരിക്കുക. ഒരു വ്യക്തിയുടെ മനസ്സ് ഒരു വ്യക്തിയെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ്, അതുപോലെ കഴിഞ്ഞകാല ഓർമ്മകൾ, വേദനകൾ, മുറിവുകൾ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട്. ആ മനസ്സിൻ്റെ നവീകരണം ഒരു ആത്മീയ മനുഷ്യന് അനുദിനം ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം പറയുന്നു: ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ആസക്തിയോടെ സ്ത്രീയെ നോക്കി, കണ്ണുകൊണ്ട് നോക്കി. പിന്നെന്താ സംഭവിച്ചത്? ഹൃദയത്തിൽ അവളുമായിട്ട് പാപം ചെയ്തു കഴിഞ്ഞു. അവൾ ഹൃദയം അശുദ്ധമാവുകയാണ്, ചിന്താമണ്ഡലം അശുദ്ധമാവുകയാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുമ്പോൾ ഭാവനകൾ അശുദ്ധമാവുകയാണ്. ഭാവനകൾ കാട് കയറുന്നു, അശുദ്ധിയിലേക്ക് പോകുന്നു, ആ വ്യക്തി പാപത്തിലാവുന്നു. അത് നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ വായനകൾ, നമ്മുടെ നോട്ടം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വേഗം ലോകത്തിൻ്റെ അശുദ്ധി, ജഡികതയുടേതായ അശുദ്ധി മേഖലയൊക്കെ നമ്മുടെ മനസ്സിനെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുകയാണ്. നമ്മൾ നിരന്തരമായിട്ട് എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു? മോശമായ കാഴ്ചകൾ, മൊബൈലിലൊക്കെ അശുദ്ധി നിറഞ്ഞ സിനിമകൾ, അല്ലെ മോശമായ മറ്റ് കാര്യങ്ങളൊക്കെ, അശ്ലീലമൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്ന എന്താ? അങ്ങനെ നമ്മുടെ മനസ്സ് ആയിത്തീരുകയാണ്, നമ്മുടെ ചിന്തകൾ അങ്ങനെ ആവുകയാണ്, നമ്മുടെ ഭാവന അങ്ങോട്ട് മാറുകയാണ്.
അപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ, കേൾക്കുന്ന കാര്യങ്ങളിൽ, ചിന്തിക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് അവയെ സ്വീകരിച്ച് മനസ്സവയെ ഇങ്ങനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അശുദ്ധിയുടെ വഴിയിലൂടെ ജീവിച്ച് അനേക വ്യക്തികൾ നാശത്തിൻ്റെ, ആത്മീയ നാശത്തിൻ്റെ പടുകുഴിയിൽ വീണിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ നവീകരിക്കുക, ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ലോകത്തിൻ്റെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ, അതിലേക്ക് നമ്മൾ പോകുവാനായിട്ട് പാടില്ല. ഈ അടുത്ത നാളിൽ നമ്മൾ വായിക്കുകയും യൂട്യൂബിലൊക്കെ കാണുകയൊക്കെ ചെയ്തു, സ്വവർഗഭോഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ. അത് തെറ്റല്ല. പുരുഷനും പുരുഷനും ഒന്ന് ജീവിക്കാം, സ്ത്രീക്കും സ്ത്രീക്കും ഒന്ന് ജീവിക്കാം. ജർമ്മനിയിൽ അവരെയൊക്കെ ഒന്നിച്ചു നിർത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. തെറ്റായ അറിവുകളിലൂടെ മനസ്സ് വളരുമ്പോൾ പാപം ചെയ്യാനായിട്ട് മടിയില്ല, അശുദ്ധിക്ക് കീഴ്പ്പെടുവാനായിട്ട് മടിയില്ല. ഇവിടെ ആ വ്യക്തിയുടെ മനസ്സ് തെറ്റിൻ്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ആ മനസ്സിൻ്റെ ആ വിശുദ്ധീകരണവും മനസ്സിൻ്റെ പ്രാധാന്യവും ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നല്ലത് കാണുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് വായിക്കുകയും അങ്ങനെ അതിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ എപ്പോഴും നമ്മുടെ ചിന്തകൾ അങ്ങനെ ആയിരിക്കും. നമ്മൾ എന്തിൽ ആശ്രയം വെക്കുന്നോ അല്ലെ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിലേക്കാണ് നമ്മുടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സത്യമാണ്. മനസ്സിനെ നവീകരിക്കുക, അപ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. മനസ്സ് നവീകരിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് രൂപാന്തരീകരണമുണ്ടാവും. ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്, പ്രീതികരമായത്, പരിപൂർണമായത് നമ്മൾ വിവേചിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. മനസ്സിൻ്റെ നവീകരണം പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്തു തരണം. അത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം മനസ്സിനെ നവീകരിക്കുവാനായിട്ട്. നമ്മൾ കണ്ടത്, കേട്ടത്, വായിച്ചത്, സ്പർശിച്ചത് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അല്ല, അശുദ്ധിയുടെ കാഴ്ചകൾ, മ്ലേച്ഛത നിറഞ്ഞ ചിന്തകൾ, വികാരങ്ങൾ, അതിനടിമപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പാക്കുകയും ചെയ്യാതെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവത്തില്ല. ജോബ് 31:1 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഓഹരിയും സർവശക്തി നിന്നുള്ള എൻ്റെ അവകാശവും എന്തായിരിക്കും? അപ്പോൾ എൻ്റെ കണ്ണുകളുമായിട്ട് ഞാനൊരു ഉടമ്പടി വെക്കണം. അശുദ്ധി നിറഞ്ഞ കാഴ്ചകൾ കാണില്ല. മ്ലേച്ഛത നിറഞ്ഞ പുസ്തകങ്ങൾ വായിക്കില്ല. അത് തീരുമാനമെടുക്കണം. അത് നമ്മൾ കണ്ണുകളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കണം. എന്തിനാണ്? ദൈവബന്ധത്തിൽ നമ്മൾ വളരുവാൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിക്കണം. ഞാൻ കണ്ണുകളുമായിട്ടൊരു ഉടമ്പടി വെച്ചു എന്ന് പറഞ്ഞാൽ, ദൈവമേ, എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കന്യകയെ മോശമായിട്ട് നോക്കില്ല, ലോകത്തിൻ്റെ അശുദ്ധി മോശമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണില്ല, അശ്ലീലം നിറഞ്ഞ സൈറ്റുകൾ ഞാൻ കയറി പോവില്ല. ഇതൊക്കെ നമ്മൾ തീരുമാനമെടുക്കണം. കണ്ണുകളുമായിട്ട് നീ ഒരു ഉടമ്പടി ചെയ്തുവെങ്കിലേ ദൈവവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തെ നിനക്ക് വളരാൻ പറ്റും. ഒന്ന്. അതുപോലെ നമ്മുടെ നാവ് ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യണം, തീരുമാനമെടുക്കണം. കുറ്റം പറയില്ല, വിധിക്കില്ല, വിമർശിക്കില്ല. നാവുമായിട്ടൊരു ഉടമ്പടി, നാവിനെ നിയന്ത്രിക്കാൻ ഉടമ്പടി. അങ്ങനെ ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും നാം എടുത്തുവെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ
ഒരു അഭിവൃദ്ധി, ഒരു കുതിച്ചുകയറ്റം നമുക്കുണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ആത്മീയ ജീവിതം ഒന്നിനൊന്നിന് താഴേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അനേകരുടെ ആത്മീയ ജീവിതം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരു അഭിഷേകമുള്ള വ്യക്തിയുടെ ആത്മീയ ശുശ്രൂഷകൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം, എന്തുകൊണ്ടാണ് ആ വ്യക്തി തകർന്നു പോയത്. നമുക്ക് പഠിക്കാൻ അതിൻ്റെ പാഠങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പറയുന്നു, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. മോശയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യം എന്താ? അതേക്കുറിച്ച് പറയുന്നുണ്ട്. മഹാ അത്ഭുതങ്ങൾ, ചെങ്കടൽ പിളർക്കപ്പെടുന്നു. ഫറവോയുടെ മുന്നിൽ വലിയ അത്ഭുതങ്ങൾ മോശ ചെയ്യുക. ദൈവജനത്തിന് ഭക്ഷിക്കാൻ മന്ന കിട്ടുന്നു. ഇറച്ചി ചോദിച്ചപ്പോൾ കാടപ്പക്ഷിയെ കിട്ടുന്നു. എത്ര വലിയ അത്ഭുതങ്ങൾ! പാറ പിളർന്ന് വെള്ളമൊഴുകുന്നു. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയാണത്. മോശ പറയുക, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കണം. ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവം ചെയ്ത പ്രവൃത്തികൾ, നമ്മുടെ കൺമുമ്പിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വീര്യപ്രവൃത്തികൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ എന്നും ഉണ്ടായാൽ എന്താ കാര്യം? നമ്മുടെ വിശ്വാസം ഉണർവോടെ നിൽക്കും. നമ്മൾ കണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും നമ്മൾ മറക്കരുത്. ദൈവം ചെയ്ത വീര്യപ്രവൃത്തികൾ മറക്കരുത്. അവ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഹൃദയത്തിൽ മായാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. ഇവയൊക്കെ നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണമെന്നാണ് പറയുന്നത്. ആ മക്കളോടും മക്കളുടെ മക്കളോടും കൊച്ചുമക്കളോടൊക്കെ ദൈവം ചെയ്ത അത്ഭുതമായ പ്രവൃത്തികൾ നമ്മൾ പറയണം. കർത്താവ് ചെയ്ത രോഗശാന്തികൾ, കർത്താവ് നയിച്ച വഴികൾ, കഷ്ടതയിൽ നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ, കടബാധ്യതകൾ, നമ്മളെ പരിപാലിച്ചത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഇതൊക്കെ നമ്മൾ മക്കളോടും കൊച്ചുമക്കളോടൊക്കെ പറയണമെന്നാണ് വചനം പറയുന്നത്. നീ കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ പറയണം ദൈവത്തെക്കുറിച്ച്. നിയമാവർത്തനം 7:19. നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, കരബലം, ശക്തിപ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോടെല്ലാം അവിടുന്ന് അതുപോലെ തന്നെ പ്രവർത്തിക്കും. മാത്രമല്ല, നിങ്ങളുടെ അടുത്തുനിന്ന് ഓടിയൊളിക്കുന്നവർ നശിക്കുന്നത് വരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയക്കും. ശത്രുക്കളെ തുരത്താൻ വേണ്ടി കടന്നലുകളെ അയച്ചു ദൈവം ഇസ്രായേലിനെ സഹായിക്കുക. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ കരബലം, ദൈവത്തിൻ്റെ ശക്തി പ്രകടനമൊക്കെ ദൈവത്തിൻ്റെ ജനം നേരിട്ട് കാണുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, ഈ ഒരു 10-35 വർഷത്തിനുള്ളിൽ കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിൽ, കൺവെൻഷനുകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അത്ഭുത രോഗശാന്തികൾ, വീര്യമേറിയ ദൈവപ്രവൃത്തികൾ എത്ര വലുത് കർത്താവ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഇടവകയിലുള്ള ഒരു മരണ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ മരിച്ചു. അവിടെ കാണുവാനായിട്ടിരുന്നു. അപ്പോൾ ആ സുഹൃത്തിൻ്റെ പെങ്ങളുടെ മകനും മകൻ്റെ ഭാര്യയൊക്കെ നമ്മുടെ ധ്യാനം കൂടിയതാണ്. എൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ
അവളുടെ ഗർഭപാത്രത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങൾ. ആ മകന് ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ എന്നെ ഒന്ന് കാണിച്ചു. എല്ലാം മിടുക്കര് പെൺകുട്ടികൾ, 2 വയസ്സായി. ആദ്യം അവർ വരുന്നത് നമ്മുടെ ഏകദിനം നടക്കുന്ന ചിറ്റടിയിലാണ് വരുന്നത്. അന്ന് അവിടെ അവർ പ്രാർത്ഥിക്കാൻ വന്നത് വലിയൊരു സങ്കടത്തിലാണ്. ആ മകൻ്റെ ഭാര്യയുടെ ഉദരത്തിലുള്ള 2 കുഞ്ഞുങ്ങൾ, ആ 2 പെൺകുഞ്ഞുങ്ങൾക്കും മൂക്കിൻ്റെ പാലമില്ല. അതായത് മൂക്കിൻ്റെ പാലമില്ലാത്തതുകൊണ്ട് മൂക്കില്ല എന്ന് തന്നെ പറയാം. മൂക്കില്ലാത്തൊരവസ്ഥയിലാണ് 2 കുഞ്ഞുങ്ങളും. അവിടെ തൊലി മാത്രമേ ഉള്ളൂ 2 കുഞ്ഞുങ്ങൾക്കും. സ്കാനിങ് റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൺ ഡേ കൺവെൻഷൻ കൂടി അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, വന്നൊരു ധ്യാനം കൂടി പ്രാർത്ഥിക്ക്, കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. അവർ ധ്യാനത്തിന് കോട്ടയത്ത് വന്നു. ധ്യാനാവസരത്തിൽ ഒരിക്കൽ കൂടി വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞ അത്ഭുതം ഇതാണ്. ആ ധ്യാനവും കഴിഞ്ഞിട്ട് പിന്നീട് പോയി സ്കാൻ ചെയ്യുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്ക് മൂക്കിന് പാലമുണ്ട്. മൂക്ക് കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ! അസാധാരണമായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയായത്. നമ്മുടെ ദൈവം എത്രയോ വലിയവനാ. ഇതുപോലെ എത്ര അത്ഭുതങ്ങൾ, എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ധ്യാനങ്ങളിലെ കൺവെൻഷൻ ശുശ്രൂഷകളിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മോശ ജനത്തോട് പറയുക, ദൈവം ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കരബലവും ശക്തിപ്രകടനവും ഒന്നും മറച്ചു വെക്കരുത്. മക്കളോടും കൊച്ചുമക്കളോടും തലമുറയോടും ഇത് വിളിച്ചു പറയണം. ഹല്ലേലൂയ! നമ്മൾ കണ്ട ദൈവപ്രവൃത്തികൾ, നമ്മൾ കേട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കുക, നമ്മളെ രൂപാന്തരപ്പെടുത്തുക, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. ഉള്ള അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും തളർന്നു കിടക്കുന്നതൊക്കെ ഇടിക്കുന്നു. ഊരിപ്പോന്ന ഷോൾഡർ സൗഖ്യമാകുന്നു, നട്ടല് സൗഖ്യമാകുന്നു, അന്ധന്മാർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അതൊക്കെ സംഭവിച്ചു, ഇനിയും സംഭവിക്കും. നമ്മൾ കണ്ട ഈ ദൈവീക അത്ഭുത പ്രവൃത്തികൾ നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മുടെ മനസ്സിന് ബലമായിട്ട് മാറുകയാണ്. നമ്മൾ കണ്ട ആത്മീയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വളരും, നമ്മളെ ശക്തിപ്പെടുത്തും. കേട്ട ദൈവവചനം നമ്മുടെ മനസ്സിൽ ശക്തിയായിട്ട് വളരട്ടെ. നമ്മുടെ ഓർമ്മകളിലും ചിന്തകളിലുമൊക്കെ ദൈവത്തിൻ്റെ വചനവും ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളും നമ്മൾ സൂക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ നന്മ കണ്ടാൽ നന്മയുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്നു, അത് നമ്മളെ നയിക്കാൻ തുടങ്ങും. അശുദ്ധിയും തിന്മയും കണ്ടാൽ ആ വഴിയിലൂടെ നമ്മുടെ മനസ്സ് നമ്മളെ നയിക്കും. അവിടെ പിശാച് ആ വ്യക്തിയെ ഏറ്റെടുക്കുകയാണ്. ഇപ്പുറത്തോ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ സ്വാധീനം, മനസ്സെങ്ങനെ നയിക്കുന്നു, മനസ്സിനെ എങ്ങനെ ഏത് ആത്മാവ് നയിക്കുന്നു, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. മനസ്സിനെ പിശാച് നയിക്കും, പരിശുദ്ധാത്മാവ് നയിക്കും. അശുദ്ധിയിൽ ജീവിച്ചാൽ പിശാച് കൊണ്ടുപോകും, വിശുദ്ധിയിൽ ജീവിച്ചാൽ പരിശുദ്ധാത്മാവ് നയിക്കും. അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവ് നയിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ദൈവവചനമാകുന്ന വിത്ത് കൊടുക്കണം. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമ്മൾ കാണണം, കണ്ടത് വീണ്ടും ഓർക്കണം, അവയോർത്ത് ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ വിശ്വാസം വളരും, നമ്മൾ കൂടുതൽ ആത്മീയ അഭിവൃദ്ധിയിലേക്ക് ഉയർന്നുകൊണ്ടേ ഇരിക്കും. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ തിരുവചനങ്ങൾ. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെ വചനങ്ങൾ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ. ആരാണ് ഈ സാക്ഷികൾ? ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം പ്രാപിച്ച വ്യക്തി, ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുത രോഗശാന്തി മേടിച്ച വ്യക്തി, ദൈവം അത്ഭുതകരമായിട്ട് വിടുതൽ തന്ന് അനുഗ്രഹിച്ച വ്യക്തികൾ. മദ്യപാനത്തിന് മോചനം, ജഡികാസക്തിയിൽ നിന്ന് മോചനം,
സാമ്പത്തിക തകർച്ച നിന്ന് വിടുതൽ, എന്തുമാവട്ടെ, ഏതെങ്കിലുമൊക്കെ വിടുതൽ കിട്ടിയ വ്യക്തികൾ. അത് നമുക്ക് ചുറ്റും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, സൗഖ്യം കിട്ടിയ, വിടുതൽ കിട്ടിയ, അനുഗ്രഹിക്കപ്പെട്ട വലിയ സാക്ഷികളുണ്ട്. ആ സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് മാറണം. അവരുടെ സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുന്നതായിട്ട് മാറണം. നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഈ പാപവും ഈ ഭാരവും നമ്മുടെ മനസ്സിനെ വേട്ടയാടുകയാണ്. സംഖ്യ 23 പറയുന്നുണ്ട്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് ഓർത്തുകൊള്ളുക. നിന്നെ വേട്ടയാടുന്ന പാപങ്ങൾ മനസ്സിന് സ്വസ്ഥതയില്ലാതായി തീരുകയാണ്. നിന്നെ ഭാരപ്പെടുത്തുന്ന നൊമ്പരങ്ങള്, മുറിവുകള്, വേദനകള്, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരം, മനസ്സിൻ്റെ ഭാരം. ആർക്കാ ഇന്ന് മനസ്സിൻ്റെ ഭാരമില്ലാത്തവർ? എല്ലാവർക്കും ഭാരം അല്ലേ? കോവിഡും പ്രിയപ്പെട്ടവരുടെ മരണവും ദുഃഖങ്ങളും സാമ്പത്തിക തകർച്ചയും വിഷമങ്ങളും എല്ലാം ഇവിടെ മനസ്സിൽ ഭാരങ്ങളുണ്ട്. യെശയ്യാ 53-ാം അധ്യായത്തിൻ്റെ 5 പറയുന്നുണ്ട്, അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് വഹിച്ചത്, നമ്മുടെ വേദനകളാണ് അവൻ ഏറ്റെടുത്തത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപവും ഭാരവും വേദനയും ദുഃഖവും എല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളെ കാണുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന് ബലമായിട്ട് മാറണം. ഈ ഓട്ടപ്പന്തയത്തിൽ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഇതിൽ ഓട്ടപ്പന്തയമാണ്. ആത്മീയ ജീവിതം ഓട്ടപ്പന്തയമാണ്. ഇത് സ്ഥിരോത്സാഹത്തോടെ ഓടണം. സ്ഥിരോത്സാഹത്തോടെ. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത് സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ഓടാതെ നിവൃത്തിയില്ല. പ്രാർത്ഥനാ ജീവിതവും കുദാശ ജീവിതവും വചനം വായിക്കുന്നതും എല്ലാം നിരന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്ഥിരോത്സാഹത്തോടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഓടിക്കൊണ്ടേയിരിക്കാം. ഒരു മടുപ്പും ഉണ്ടാകരുത്. അങ്ങനെ ഓടണമെന്നാണ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. നാം ആരെ മുന്നേ കണ്ടുകൊണ്ട് ഓടണം? യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഓടണം. യേശുവിനെ സ്വന്തമാക്കണം. എനിക്ക് അവനെ മതി, യേശുവിനെ മതി. അവനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആത്മീയ ഓട്ടപ്പന്തയം. അവൻ തനിക്ക് ഉണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. കുരിശിൽ അപമാനവും വേദനയും നമ്മുടെ ദുഃഖങ്ങളും പാപങ്ങളും രോഗങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തു. അപമാനിതനായി കുരിശിൽ പരിഹാസനായിട്ടൊക്കെ മാറി. ദൈവസിംഹാസനത്തിന് വലതുഭാഗത്തവൻ അവരോധിക്കപ്പെട്ടു. ദൈവസിംഹാസനത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിട്ടിരിക്കുന്നു. അവൻ നമ്മളെ ഉറ്റുനോക്കുകയാ. ആത്മീയ ജീവിതത്തിൽ സ്ഥിരോത്സാഹത്തോടുകൂടി നീ ഓടുന്നുണ്ടോ എന്ന് കർത്താവ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ നയിക്കുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ആത്മാവിനെ നമുക്ക് തന്ന് ബലപ്പെടുത്തുകയാണ്. ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ വഴി നടത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, കരുത്തു പകരുന്ന പരിശുദ്ധാത്മാവ്. സൈന്യബലത്താലല്ല, കരബലത്താലല്ല, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഈ ഓട്ടപ്പന്തയത്തിൽ നമ്മൾ മുന്നേറും. നമ്മൾ തകർന്നു വീഴത്തില്ല. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. സഹനങ്ങളുണ്ടാവും, തകർച്ചകളുണ്ടാവും, പരാജയമുണ്ടാകും, രോഗമുണ്ടാകും, പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ മരണമുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ മനോധൈര്യം നഷ്ടപ്പെട്ട് നമ്മൾ ദൈവത്തെ പഴിക്കുന്നവരാവരുത്. എന്തു വന്നാലും ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ
നമുക്ക് കഴിയണം. ഇതാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും സാക്ഷികളുണ്ട്, നമുക്കും ഒരു സാക്ഷിയായിട്ട് മാറാം. ആത്മീയ ജീവിതത്തിൽ ഈ ഓട്ടപ്പന്തയത്തിൽ നമുക്ക് സ്ഥിരോത്സാഹത്തോടെ ഓടിക്കൊണ്ടിരിക്കാം. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മനസ്സിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക, മനസ്സിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.